വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദ്യമായി എഴുതപ്പെട്ട സുവിശേഷം ക്രിസ്തുവർഷം 65-നും 70-നും ഇടയ്ക്ക് റോമിലെ ക്രൈസ്തവർക്കായി റോമായിൽ വെച്ച് വിശുദ്ധ മാർക്കോസ് എഴുതിയതാണ്. യഹൂദ ക്രൈസ്തവർക്കായി ക്രിസ്തുവർഷം 75-നും 90-നും മധ്യേ വിശുദ്ധ മത്തായി അന്ത്യോക്യായിൽ, അതായത് സിറിയയിൽ വെച്ച് എഴുതിയതാണ് രണ്ടാമതായി എഴുതപ്പെട്ട സുവിശേഷം. അന്യജാതി ക്രൈസ്തവർക്കായി ദരിദ്രരും പുറന്തള്ളപ്പെട്ടവരും ഉൾപ്പെടുന്ന സമൂഹത്തെ കേന്ദ്രീകരിച്ച് ക്രിസ്തുവർഷം 80-നും 90-നും മധ്യേ ഏഷ്യ മൈനർ, അതായത് ഗ്രീസിൽ വെച്ച് രചിച്ച വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ് മൂന്നാമതായി എഴുതപ്പെട്ടത്. നാലാമതായി യേശുവിന്റെ ദൈവീകതയെ ശക്തമായി ഉന്നയിക്കുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ക്രിസ്തുവർഷം 95-ൽ എഫേസൂസിൽ വെച്ച് എഴുതിയതാണ്. അങ്ങനെ വിവിധ കാലഘട്ടത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് എഴുതിയ 4 ശിഷ്യന്മാരുടെയും സുവിശേഷങ്ങളിലും വിവരിക്കുന്ന സംഭവങ്ങൾ ഇവയാണ്. 1. സ്നാപക യോഹന്നാനിൽ നിന്നുള്ള യേശുവിന്റെ സ്ഥാനം. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങുന്നു, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. 2. ഗലീലായിലെ മരുഭൂമി പ്രദേശത്ത് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും ഭക്ഷണം നൽകുന്നു. 3. ഈശോമിശിഹായുടെ ജെറുസലേമിലേക്കുള്ള കഴുതപ്പുറത്ത് കയറിയുള്ള പ്രവേശനം. ജനങ്ങൾ ഹോശാന എന്ന് വിളിച്ച് കൊമ്പുകൾ വീശുന്നു. 4. ഈശോമിശിഹായുടെ ഗാഗുൽത്തായിൽ 2 കള്ളന്മാരുടെ മധ്യേയുള്ള കുരിശുമരണം. മനുഷ്യരുടെ രക്ഷയ്ക്കായി യേശുവിന്റെ ത്യാഗം. 5. 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേൽക്കുന്നു, മരണത്തെ ജയിച്ച ദൈവപുത്രൻ. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.